Judges, please note just number 312 on stage. ബഹുമാനപ്പെട്ട വിധികർത്താക്കൾ, ആദരണീയരായ അധ്യാപകർ, സ്നേഹമുള്ള മാതാപിതാക്കൾ, എന്റെ പ്രിയ കൂട്ടുകാരെ, ഏവർക്കും എന്റെ സ്നേഹവന്ദനം. അസ്തിത്വത്തിന്റെ അടിസ്ഥാന കാരണങ്ങൾ മുതൽ മാനുഷിക കടമയും ധാർമ്മികതയുമൊക്കെ നാം ആദ്യം അറിയുന്നതും പഠിക്കുന്നതുമെല്ലാം നമ്മുടെ അമ്മയിൽ നിന്ന് തന്നെയാണല്ലോ. കുഞ്ഞിനെ തന്റെ ഉദരത്തിൽ പേറുമ്പോൾ മുതൽ ഒരമ്മയുടെ ചിന്തകളും വികാരങ്ങളും ചുറ്റുപാടുകളുമെല്ലാം ഗർഭപാത്രത്തിലെ കുഞ്ഞിന്റെ വളർച്ചയെ രൂപപ്പെടുത്താനായി തുടങ്ങുന്നു. ജനനി പ്രഥമം ഗുരു എന്നത് ഒരു പ്രശസ്ത സംസ്കൃത ഉദ്ധരണിയാണ്. അതെ, അതുതന്നെയാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായി ലഭിച്ചിരിക്കുന്ന വിഷയവും. ആദ്യ ഗുരു അമ്മ. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം എത്രത്തോളം മഹത്തരമാണെന്ന് നമ്മുടെ ശാസ്ത്രലോകം അംഗീകരിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അമ്മയുടെ ഉദരം കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അല്ലെങ്കിൽ അവളുടെ ആദ്യ പഠനമുറിയാണ്. അക്ഷരമാലയും അക്കപ്പട്ടികയുമെല്ലാം കുഞ്ഞിന് ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് പോലെ കുടുംബത്തെക്കുറിച്ചും കുഞ്ഞിനെ ബോധ്യപ്പെടുത്തുന്നത് അമ്മയാണ്. കാരുണ്യവും ദയയും സഹജീവ മനോഭാവവും കുഞ്ഞുങ്ങളിൽ പകർത്തുന്നതിൽ അമ്മയുടെ സ്ഥാനം ഗുരുവിനേക്കാൾ ഒരു പടി മുന്നിലാണെന്നതിൽ സംശയമില്ല. ആഫ്രോ അമേരിക്കൻ സാമൂഹിക പ്രവർത്തകനായിരുന്ന മാൽക്കം എക്സ്, ബുദ്ധമത ആത്മീയ നേതാവും നൊബേൽ സമ്മാന ജേതാവുമായിരുന്ന ദലൈ ലാമ, നമ്മുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ ശ്രീ APJ അബ്ദുൽ കലാം എന്നീ പ്രശസ്തർ തങ്ങളുടെ അമ്മയാണ് അവരുടെ ആദ്യ ഗുരു എന്ന അനുഭവത്തെ പങ്കുവച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി: നമ്മൾ പരാജയപ്പെടുന്നത് എവിടെയാണോ അവിടെ നമ്മെ ചേർത്ത് പിടിക്കുന്നത് ആരാണോ അതാണ് അമ്മ എന്ന്. മാതാ പിതാ ഗുരു ദൈവം എന്ന വലിയ ലോകസങ്കല്പത്തിൽ പോലും പ്രഥമ സ്ഥാനം മാതാവിന് തന്നെയാണ്. ഏതൊരാളും നമ്മുടെ വിരൽത്തുമ്പിൽ ലഭിക്കുന്ന നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ആദ്യ ഗുരു അമ്മ എന്ന വലിയ വിഷയത്തെക്കുറിച്ച് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. മഹാനായ എബ്രഹാം ലിങ്കൺ പറഞ്ഞിരിക്കുന്നത്, ഈ ലോകത്ത് വെച്ച് ഞാൻ വായിച്ച ഏറ്റവും വലിയ പുസ്തകം എന്റെ അമ്മയാണ് എന്നാണ്. അതെ, എന്തു വലിയ വികസനങ്ങൾ ഉണ്ടായാലും അറിവിന്റെ ആദ്യ പാഠങ്ങൾ നമ്മൾ വായിച്ചെടുക്കുന്നത് നമ്മുടെ അമ്മയിൽ നിന്നും തന്നെയായിരിക്കും. ജീവിതത്തിൽ ഇരുൾ നിറഞ്ഞ സാഹചര്യങ്ങളിൽ നിന്നും വെളിച്ചത്തിലേക്ക് വിരൽ ചൂണ്ടി നേർവഴി തെളിയിക്കാൻ അമ്മ എന്ന ആദ്യ ഗുരുവിന് സാധിക്കുന്നു. ഗുരുതുല്യമായ ചൈതന്യത്തോടെ പ്രോത്സാഹനത്തിന്റെയും പ്രചോദനത്തിന്റെയും ഉറവിടമാകാനും അമ്മയ്ക്ക് സാധിക്കുന്നു. പ്രശസ്തനായ മുൻ അമേരിക്കൻ ബാസ്കറ്റ്ബോൾ കളിക്കാരനായ മൈക്കിൾ ജോർഡൻ പറഞ്ഞിരിക്കുന്നത്, എന്റെ അമ്മയാണ് എന്റെ പേരും എന്റെ അടിത്തറയും എന്ന്. അമ്മ